പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 6-ാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കറണ്ട് അഫേഴ്സ് ഇന്ന് നമ്മൾ ഓരോ എക്സാമിനും അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും എക്സാമുകളിൽ നമുക്ക് അല്പം ബുദ്ധിമുട്ട് വന്നേക്കാം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി അല്പസമയം മാറ്റി വെക്കേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകി നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Which state of India received the highly commended award by World Travel Mart 2020 London for its exemplary activities during the challenging times of COVID-19? COVID-19 വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ മാതൃപരമായ പ്രവർത്തനങ്ങൾക്ക് ലണ്ടൻ വേൾഡ് ട്രാവൽസ് മാർട്ട് 2020 നൽകിയ ഹൈലി കമൻഡഡ് എന്ന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരള സ്റ്റേറ്റ്. ടൂറിസം മേഖലയ്ക്ക് ഒന്നിലധികം വെല്ലുവിളികൾ സൃഷ്ടിച്ച പകർച്ചവ്യാധിയുടെ സമയത്ത് സംസ്ഥാനത്തെ വിവിധ മിഷൻ യൂണിറ്റുകൾ നിർമ്മിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത വർക്ക് അറ്റ് ഹോം വീഡിയോകൾ, കഥ പറച്ചിൽ ഓഡിയോ വീഡിയോ സീരീസുകൾ എന്നിവയിലെ നൂതന പ്രവർത്തനങ്ങൾക്ക് റെസ്പോൺസിബിൾ ടൂറിസത്തിനുള്ള അവാർഡാണ് വേൾഡ് ട്രാവൽ മാർട്ട് 2020 കേരളത്തിന് ലഭിച്ചത്. Name of the person who has been chosen for a National Award 2020 by the Indian Railways for an outstanding contribution. മികച്ച സംഭാവനയ്ക്കായി ഇന്ത്യൻ റെയിൽവേ 2020 ദേശീയ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേര്? PG വിജയ് ആനന്ദ്. ലിങ്ക് ഹോഫ്മാൻ ബുഷ് എയർ കണ്ടീഷൻ കോച്ചുകൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തെ ഈ അവാർഡിനെ തിരഞ്ഞെടുത്തത്. ഫോർ വിച്ച് പോർട്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദി ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഫോർ ദ റിവൈവൽ ബൈ അപ്രൂവിംഗ് 5,835 crore on 5th November 2020. 2020 നവംബർ 5-ന് 5,835 കോടി രൂപ അംഗീകരിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ ഏത് തുറമുഖത്തിന് പുനർജീവനത്തിനായി AP സർക്കാർ അംഗീകാരം നൽകിയത്? മച്ചിലപട്ടണം പോർട്ട്. മച്ചിലപട്ടണം തുറമുഖത്തിന് വേണ്ടിയാണ് ആന്ധ്രാപ്രദേശ് 5,835 കോടി രൂപ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. മച്ചിലിപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശിൽ 2008 ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി ഫൗണ്ടേഷൻ ഇട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം 2009 ശേഷം അവിടെ വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2020 ഒരു മാറ്റത്തിന് വേണ്ടി തന്നെ 5,835 കോടി രൂപ ക്യാബിനറ്റ് അനുവദിച്ചിട്ടുണ്ട്. 5th November 2020 which government passed a bill in the state assembly to grant 75% reservation to locals in private sector jobs. 2020 നവംബർ 5-ന് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ പ്രദേശവാസികൾക്ക് 75% സംവരണം അനുവദിക്കുന്നതിനുള്ള ബിൽ സംസ്ഥാന നിയമസഭയിൽ പാസാക്കിയ സർക്കാർ? ഹരിയാന ഗവൺമെൻറ്. ഹരിയാന ഗവൺമെൻറ് ഈ സംവരണം പ്രദേശവാസികൾക്ക് മുൻഗണന നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് 50,000 രൂപ താഴെയുള്ള എല്ലാ ജോലിക്കും 75% മുൻഗണന പ്രദേശവാസികൾക്ക് നൽകണം എന്നുള്ള നിയമമാണ് 2020 നവംബർ 5-ാം തീയതി സംസ്ഥാന നിയമസഭയിൽ പാസാക്കിയത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓപ്പറേഷൻ ഇനിഷ്യേറ്റഡ് ബൈ ദി ആന്ധ്രാപ്രദേശ് പോലീസ് aimed at freeing children from child labor and identifying homeless children? കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിക്കാനും ഭവനരഹിതരായ കുട്ടികളെ തിരിച്ചറിയാനും ലക്ഷ്യമിട്ട ആന്ധ്ര പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ മസ്കാൻ. ഓപ്പറേഷൻ മസ്കാൻ അനുസരിച്ച് 2020 നവംബർ 5-ന് വന്ന റിപ്പോർട്ട് പ്രകാരം 16,457 കുട്ടികളെ മോചിപ്പിക്കാൻ സാധിച്ചുവെന്നാണ് ആന്ധ്ര പോലീസ് അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ മസ്കാൻ 2020 ജൂലൈ 14-ാം തീയതി ആരംഭിച്ചു.
The 8th round of Corps Commander level talks between India and China is likely to take place on which date? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കോപ്സ് കമാൻഡ് ലെവൽ ചർച്ചയുടെ 8ാം റൗണ്ട് ഏത് തീയതിയിലാണ് നടക്കാൻ സാധ്യതയുള്ളത്? 6th നവംബർ 2020. 2020 നവംബർ 6-ാം തീയതി ചുഷൽ എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കാൻ സാധ്യത. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ജനറൽ PJK മേനോൻ ആയിരിക്കുള്ളൂ ഈ മീറ്റിംഗിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. നേപ്പാൾസ് പ്രസിഡന്റ് വിദ്യാദേവി ഭണ്ഡാരി honored with what rank to Indian Army General MM Narawane on 5th November 2020. 2020 നവംബർ 5-ന് നേപ്പാൾ പ്രസിഡന്റ് വിദ്യാദേവി ഭണ്ഡാരി ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ MM നരവാനെ ഏത് റാങ്ക് നൽകി ആദരിച്ചു? ഹോണർ റാങ്ക് ഓഫ് ജനറൽ ഓഫ് ദി നേപ്പാളി ആർമി. നേപ്പാളി ആർമിയിലെ ജനറൽ എന്ന റാങ്ക് നൽകിക്കൊണ്ട് ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ MM നരവാനെ ആദരിച്ചു. Indonesian authorities and scientists have warned the people of the island of Java on November 5, 2020 of which volcanic threat? ഏത് അഗ്നിപർവ്വത ഭീഷണിയിലാണ് 2020 നവംബർ 5-ന് ജാവ ദ്വീപിലെ ജനങ്ങൾക്ക് ഇന്തോനേഷ്യൻ അധികാരികളും ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? മൗണ്ട് മെറാപ്പി വോൾക്കാനോ. മൗണ്ട് മെറാപ്പി വോൾക്കാനോ ഭീഷണിയിലാണ് ഇന്തോനേഷ്യൻ അതോറിറ്റീസ് ജാവ ദ്വീപിലെയും അതുപോലെ തന്നെ സിറ്റി ഓഫ് യോഗ്യകർത്ത അവിടെ ഏതാണ്ട് 3 ദശലക്ഷം ജനങ്ങൾ ആണ് പാർക്കുന്നത്. അതിൽ വോൾക്കാനോ നിൽക്കുന്ന പ്രദേശത്ത് ഏതാണ്ട് 70,000 ജനങ്ങൾ താമസിക്കുന്നു. മൗണ്ട് മൊറാപ്പിയുടെ ഹൈറ്റ് 9,600 അടി വരും. നെയിം ഓഫ് ദ പ്ലെയർ who won 1000 matches in professional tennis. പ്രൊഫഷണൽ ടെന്നീസിൽ 1000 മത്സരങ്ങൾ ജയിച്ച കളിക്കാരൻ്റെ പേര്? റഫേൽ നഡാൽ പെരേര. റഫേൽ നഡാൽ ആണ് 1000 മാച്ചുകൾ വിജയിച്ചുകൊണ്ട് 4ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ജെമ്മി കോനോസ് ആണ് ഏറ്റവും കൂടുതൽ മാച്ച് വിജയിച്ചിട്ടുള്ള വ്യക്തി, 1274. പുറകിൽ റോജർ ഫെഡറർ, ഇവാൻ ലെൻഡൽ. 4ാം സ്ഥാനം റഫേൽ നഡാലിന്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഓരോ എക്സാമുകളിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.